നമ്മുടെ അഹങ്കാരത്തെ അകറ്റാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണോട്ടോ, ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വളച്ചു കെട്ടി പറയാൻ സമയമില്ല. പക്ഷേ നിങ്ങൾ 100% ഈ നാളത്തെ ഓശാനയിൽ, നാളെയല്ലേ ഓശാന, ഇത് തന്നെ മുറുക്കെ പിടിക്കണം. കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നെ ഒരു കഴുതയാക്കണമെന്ന് എന്നെ പറഞ്ഞു. എന്തഭിമാനിക്കണം? കഴുതയായാൽ ആര് പുറത്ത് കയറിയിരിക്കും? ഈശോന്. അത് കാണണം, മനസ്സിലാവുന്നുണ്ടോ? കഴുതയല്ല കാണേണ്ടത്. കഴുതയായാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഈശോ നമ്മുടെ പുറത്തിരിക്കും. കാരണം ഈശോ ഒരിക്കലും കുതിരപ്പുറത്തിരുന്നിട്ടില്ല. നമുക്കിരിക്കാം. ഇപ്പം ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ എന്താ, ഇപ്പം നമ്മൾ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിസ്സാരൊരു കാര്യത്തിന് ഭർത്താവും ഭാര്യയും തമ്മിൽ സാധാരണ ഉണ്ടാവണമാതിരി ചട്ടിയും കലവണങ്ങി മുട്ടി എന്തെങ്കിലും പറയുമ്പോൾ എന്ത് ചെയ്യണം? പടവില്ലെടുക്കണം. പടവില്ലെടുക്കാം. അനാവശ്യം പറയരുത് കേട്ടോ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെടുത്തു? പടവില്ലെടുത്തു. ഇനി അതിന് പകരം വേറെ പറഞ്ഞതിന് രണ്ട് അങ്ങോട്ട് തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമാവില്ല നമുക്ക്. അപ്പം അതെന്തെടുത്തു? നമ്മൾ രാജകീയത, നമ്മുടെ രാജകീയത ഏത്? നമ്മൾ കുതിരപ്പുറത്ത് കയറി. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? വേറെ ഒന്നും ചെയ്യണ്ട. ആരെങ്കിലും ഒരാൾ ഒരു മിനിറ്റ് മിണ്ടാതിരിക്കാൻ നോക്കും. ഒരു മിനിറ്റ് ഒന്ന് നോക്കണം. നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സമാധാനത്തിൻ്റെ രാജ്യത്ത് വരും. അതാണ് സെയ്യോൻ എന്ന് പറയുന്നത്. അതാണ് സമാധാനം. ഇപ്പം ഈശോ ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഇത് പറയുമ്പോൾ, ഈ വരാനിരിക്കുന്ന പുതിയ നിയമത്തിലെ യഥാർത്ഥ ആത്മീയതയാണ് ഈ പറയുന്നത്. ഈശോ വന്ന് ഈ പടവില് ഈ അഹങ്കാരത്തിൻ്റെയും രാജകീയ പ്രൗഢിയുടെയും രാജ്യം അവസാനിപ്പിച്ചു. ഒരു പുതിയ രാജ്യം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും എളിമയുടെയും കരുണയുടെയും രാജ്യമായി മാറുന്നു. ഇത് കൂടുതൽ ഇനി മനസ്സിലാകാൻ ഇപ്പം നമ്മൾക്കറിയാം, ഇന്നത്തെ കുർബാനയിലെ വായനയിൽ തന്നെ നമ്മൾ കണ്ടു. ഇന്നത്തെ കുർബാനയിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചല്ലോ, ആ ഫരിസേയരും നിയമജ്ഞരും അവർക്ക് സഹിക്കാൻ പറ്റണില്ല. ലാസർ ഉയർത്തെന്ന് കേട്ടപ്പോൾ ഉയർത്ത ലാസറിനെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നേക്കണു. ഈ യേശു ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത് എല്ലാവരും അവന്റെ പുറകെ പോകാനുള്ള, ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല. യേശുവിനെയും കൊല്ലണം. ചിലർ പറയണം യേശുവിനെ മാത്രം കൊന്നാൽ പോരാ, ഈ ലാസറിനെയും കൊല്ലണം എന്നാ പറയണത്. ലാസറിനെ കൊന്നിട്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണത്? ഇതാണ്, ഇനി വേറൊരു ലാംഗ്വേജാണ് ഫരിസേയ മനോഭാവം എന്ന് പറയുന്നത്. ഇതാണ് ഫരിസേയ മനോഭാവം. അപ്പൊ ഈ പടവില്ലൊടിക്കുക, കുതിരയെ അകറ്റുക, പിന്നെ എന്താണ് 3 കാര്യം പറഞ്ഞല്ലോ, രഥം മാറ്റുക എന്നെല്ലാം പറയുന്നത് പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിലേക്ക് വരുന്ന ആ ഒരു ചേഞ്ച് ഓവർ കാലഘട്ടമാണ്. ആ ചേഞ്ച് ഓവർ കാലഘട്ടത്തിൽ നമുക്ക് കാണാം, ഈശോ പാപികളോട് ഭയങ്കര കരുണയായിരുന്നു. നമ്മൾ കരുണയുടെ വർഷത്തിൽ ഇതൊക്കെ പറഞ്ഞതാണ്. പാപികളോട് യേശുവിന് കരുണയാണ്. കരുണ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം പാപികളോടുള്ള സ്നേഹമാണ്. അപ്പം അവിടെ ഒരു ട്രയാങ്കുലർ സിറ്റുവേഷനാണ് ഈ ഗോസ്പലിലെല്ലാം കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 1-2 വചനം വായിക്കാം. ലൂക്ക 15:1-2 വചനത്തിൽ പറയും, അവനവിടെ ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, കണ്ടോ, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവരിങ്ങനെ ഞെളിഞ്ഞ അവിടെ ദൂരെ നിൽക്കുകയാണ്, അവരടുത്തേക്ക് വരണില്ല. അപ്പൊ ഇവിടുത്തെ ട്രയാങ്കിൾ മനസ്സിലായോ? എന്താണ് ഇവിടെയുള്ള ഒരു ട്രയാങ്കുലർ സിറ്റുവേഷൻ? യേശു വചനം പ്രഘോഷണം ആരംഭിക്കുമ്പോൾ യേശുവാണ് ട്രയാങ്കിളിന്റെ ബേസ്. പാപികളും ചുങ്കക്കാരും അവന്റെ അടുത്ത് വന്ന്
അവനെ ഉമ്മ വയ്ക്കണു, അവനെ ഒന്ന് തൊടണു. അത് ഭയങ്കര സ്നേഹം കൊണ്ടല്ലേ. ഫരിസേയരിത് കണ്ടിട്ട് ദൂരെ നിന്നിട്ട് പിറുപിറുത്തുകൊണ്ട്, ഇവൻ എന്താണ് ഈ പാപികളുടെ കൂട്ടുകാരൻ, അവളൊരു വേശ്യാണെന്ന് അറിഞ്ഞൂടെ, പിന്നെ അവളെന്താ തൊടണേ? മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചു നോക്കി. ഇതാണ് ഒരു ട്രയാങ്കുലർ സിറ്റുവേഷൻ. 4 സുവിശേഷങ്ങളിലും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തെ നമുക്ക് കാണാം. ഒന്ന് വായിച്ചോ. ഇപ്പം ലൂക്ക 15 മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. ഇനി ബാക്കി നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് റിസർച്ച് ചെയ്യണം എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടെന്ന്. വായിച്ചോളൂ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടേയിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഇത് ലൂക്ക 15 അധ്യായം എന്ന് പറയുന്നത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ലൂക്കായിൽ മാത്രമുള്ളതാണ്. നമ്മളത് മുടിയനായ പുത്രന്റെ വരുന്ന ആ ഒരു ഭാഗത്തെയാണ് അധികം നമ്മൾ ചിന്തിക്കാറ്. എന്നാൽ ഈ മുടിയനായ പുത്രൻ അല്ല ഈ ഉപമയുടെ ക്ലൈമാക്സ്. മുടിയനായ പുത്രൻ അതിൻ്റെ ഒരു പ്രാരംഭം മാത്രമാണ്. ഇതിൻ്റെ പ്രധാന ഭാഗം അത് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത വചനം ഇവിടെ 15 4-ാമത്തെ വചനം ഒന്ന് വായിച്ച്, അല്ലെങ്കിൽ 3-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ആരോട് പറഞ്ഞു? ഫരിസേയരോട് പറഞ്ഞു. അപ്പൊ ഈ 15-ാം അധ്യായത്തിലെ ഉപമ മുഴുവനും മനസ്സിലാക്കേണ്ടത് ആരോട് പറഞ്ഞ ഉപമയാണിത്? ഒന്നുകൂടി എല്ലാവരും പറഞ്ഞേ. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ഈ ഒറ്റ വാക്ക് വായിക്കില്ലേ? ഈ ഒറ്റ വാക്ക് മനസ്സിലാക്കണം. എപ്പോഴും ബൈബിള് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആരോട് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കണം. എങ്കിലേ അതിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇത് ആരോട് പറഞ്ഞു? അത് വളരെ പ്രധാന ഒരു രഹസ്യമാണ്. എളുപ്പം ഇനി ബൈബിൾ പഠിക്കാൻ പറ്റും. ആരോട് പറഞ്ഞു? ഇനി രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് കാലഘട്ടത്തിൽ പറഞ്ഞു? ബൈബിളിലെ ഒരു 3 കാലഘട്ടം അല്ലെങ്കിൽ ഒരു 4 കാലഘട്ടമായിട്ട് തിരിക്കാം. ഒന്ന്, യേശുവിനെ പ്രതീക്ഷിച്ചിരുന്ന പഴയ നിയമ കാലഘട്ടം. മലാക്കി വരെയുള്ള പുസ്തകങ്ങളെല്ലാം വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ഇനി സുവിശേഷ കാലഘട്ടം, പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യേശു മനുഷ്യനായി അവതരിച്ച് യേശുവിൻ്റെ പരസ്യജീവിതം കാലഘട്ടം. അപ്പോഴും പൂർത്തിയായിട്ടില്ല. എപ്പോഴാണിത് പൂർത്തിയാകുന്നത്? യേശു തൻ്റെ ജീവൻ ബലിയർപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം പൂർത്തിയാകുന്നത്. ആ കാലഘട്ടം, ആ ബലിയർപ്പിച്ച് കഴിഞ്ഞ് 40 ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് അവരോട് കൂടെ ആയിരുന്നതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ ആരും പട്ടണം വിട്ടു പോകരുത്, പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത് വരെ ഇവിടുത്തെ. ആ കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ മോശയുടെ കാലഘട്ടത്തിലാണോ? നമ്മൾ മത്തായിയുടെ അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷ കാലഘട്ടത്തിലാണോ? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ പരിശുദ്ധാത്മാവ് വന്നു, സഭ ആരംഭിച്ചു, വിശ്വാസികളുടെ സമൂഹമുണ്ടായി, അവരെ മറ്റുള്ളവർ പറയാൻ തുടങ്ങി, അവര് ക്രിസ്ത്യാനികളാണ്. ഓഹോ, അതെന്താ ഒരു സമൂഹം? അതൊരു പുതിയ കൂട്ടരാണ്. പക്ഷെ നമ്മൾ യഹൂദരെ പോലെ അല്ല അവർ, അല്ലെങ്കിൽ നമ്മൾ അവര് യേശുക്രിസ്തു എന്ന ഒരാളുടെ ആത്മാവ് കൊണ്ട് നിറഞ്ഞവരാണ്. അവരെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു. നമ്മൾ ഈ സമൂഹത്തിൽപ്പെട്ടവരാണോ? ആണോ? എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മോശയോട് പറഞ്ഞതാണോ നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യം, അതോ യേശു പറഞ്ഞതാണോ പ്രാധാന്യം? എന്ന് പറഞ്ഞാൽ അതൊന്നും വായിക്കേണ്ടെന്നല്ല പറയണത്. വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാക്കണം, യേശു പറഞ്ഞതെല്ലാം അല്ലെങ്കിൽ മോശ പറഞ്ഞതെല്ലാം യേശുവിലൂടെ പൂർത്തിയായിരിക്കുന്നു. മോശയും ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ അല്ല കേൾക്കേണ്ടത്,
എന്നെ പോലെ മറ്റൊരു പ്രവാചകൻ, അപ്പോസ്തല പ്രവർത്തനം 3:22, എന്നെ പോലെ മറ്റൊരു പ്രവാചകനെ ദൈവം അയക്കും, അവൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കണ്ടോ, അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈ പെന്തക്കോസ്ത കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ള അടുത്ത ദിവസമുള്ള പത്രോസിന്റെ പ്രഭാഷണത്തിൽ പത്രോസ് പറയുകയാണ്, യഹൂദരോട് പറയുകയാണ്, ഈ ഫരിസേയ പ്രമാണികളോട് പറയുകയാണ്, മോശ ഇപ്രകാരം പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ പറയുന്നതാണ്, അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. അതാരാണ് ആ പ്രവാചകൻ? ആരെക്കുറിച്ചാണ് അത് പറയുന്നത്? കർത്താവ് ഈശോ മിശിഹായെ കുറിച്ചാണ്. ഈ പത്രോസിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കുമ്പോൾ മുഴുവൻ അടുത്ത വചനം കൂടി ഒന്ന് വായിച്ച, അടുത്ത വചനം. പത്രോസ് ഈ മുക്കുവൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്നാണ് എൻ്റെ ഒരു ചിന്ത. അടുത്ത വചനം ഒന്ന് വായിച്ചേ. അടുത്ത വചനം പറയാണ്, ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. അതിന്റെ അടുത്ത വചനം, സാമുവലും തുടർന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെന്നെ വളരെ സ്പർശിച്ചു. ഇതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ നോക്കുമ്പോൾ എന്താ ഇതിനകത്ത് ഉള്ളതില്ലേ? എന്താ പറഞ്ഞേക്കണേ? സാമുവലും തുടർന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, ഇത് ഈ മുക്കുവനായ പത്രോസ് എന്ന് പഠിച്ചു? എങ്ങനെ പഠിച്ചു? എങ്ങനെ മനസ്സിലാക്കി? ചിലരെ മനസ്സിലാക്കലാണോ ഇതിനകത്ത് ഒരു സെന്റൻസിൽ എഴുതിയേക്കണത്? ഒരു സെന്റൻസേ ഉള്ളൂ അവിടെ. ഈ ഒരു സെന്റൻസിൽ പറഞ്ഞേക്കണത് എന്താണ്? പത്രോസ് പറയാണ്, ഈ പഴയ നിയമത്തിൽ മുഴുവനും പഠിച്ചതായിട്ടല്ലേ അദ്ദേഹം അതിനകത്ത് പറയണേ. സാമുവലും തുടർന്ന് വന്ന മറ്റെല്ലാ പ്രവാചകന്മാരും ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബൈബിള് പഠിക്കാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉദിച്ച ഒരു വചനമാണത്. മുക്കുവനായ പത്രോസ് ഇത് മുഴുവനും പഠിച്ചിട്ട് അവരോട് പറഞ്ഞു. എന്ന് പഠിച്ചു എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അനുമാനം 40 ദിവസം കൊണ്ട് പഠിച്ചു എന്നുള്ളതാണ്. ഏത് 40 ദിവസം? യേശു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ അപ്പസ്തോലന്മാരുടെ കൂടെ എന്ത് ചെയ്തു എന്നുള്ളത് സുവിശേഷത്തിൽ എങ്ങും നമുക്ക് കാണുന്നില്ല, ഇല്ലേ? എന്തു ചെയ്തു? യേശു തന്നെ നേരിട്ട് അവരോട് ഇരുന്ന് പഠിപ്പിച്ചു. അപ്പൊ ഈ പത്രോസും ഇവരൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് യേശുവിനൊന്ന് തോണ്ടി നോക്കുകയാണ്. എന്താ? ഉയർത്തെഴുന്നേറ്റ് യേശു. ഈ യേശുവിനെയാണ് കുറച്ച് ദിവസം മുമ്പ് തല്ലി കൊഴിച്ചിട്ടും. അവരന്ന് വിചാരിച്ചോ ഈ യേശുവിനെ ഇനി കാണുന്നു? ആ യേശു ഉയർത്തെഴുന്നേറ്റിട്ടേ അവരുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ തല്ലി 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 ചതച്ചവന്റെ എല്ലുകൾ എണ്ണാവുന്ന മാതിരി ആക്കിയ യേശു ഉയർത്തെഴുന്നേറ്റ് അവരുടെ അടുത്ത് ഇരുന്നിട്ട് പറയാണ്, ഒരാ കരിമീൻ വറുത്തത് ഒരെണ്ണമെടുത്തേ, ആ കരിമീൻ വറുത്തത് എടുക്ക്, ഞാൻ ഭക്ഷിക്കട്ടെ, ഞാൻ ഭൂതമല്ല, എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയുള്ള ശരീരവും എല്ലാം ഉണ്ട്. അങ്ങനെ കരിമീൻ വറുത്തതൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഒന്ന് പോയി തൊട്ട് നോക്കുകയാണ്. നമ്മളാണെങ്കിലും ഒന്ന് തൊട്ട് നോക്കോ ഇല്ലയോ? ഒന്ന് തൊട്ട് നോക്കോ? എന്നിട്ട് ചോദിക്കണം, അതെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? 3 ദിവസം കൊണ്ട് ഈ മാറ്റിമറിച്ച് ഇത് ഇങ്ങനെ പുതിയ സൃഷ്ടിയായി. ഇതിനെക്കുറിച്ച് ഒരു ചിത്രം ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. എന്തൊക്കെ അവർ സംസാരിച്ച് കാണും. അപ്പോൾ ഉടനെ യേശു പറയാൻ സാധ്യത ഇതാണ്, നീ വായിച്ചിട്ടില്ലേ? സങ്കീർത്തനം 16 പറയുന്നുണ്ട്, അവന്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കില്ല. ഓ, അത് അങ്ങയെക്കുറിച്ചാണോ പറഞ്ഞത്? ഈ അങ്ങയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അങ്ങയെക്കുറിച്ചാണോ? 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടില്ലേ, അവരവന്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കുമെന്ന്. ഓ, ശരിയാണല്ലോ, അത് നമ്മുടെ കൺമുമ്പിൽ വെച്ച് കണ്ടതാണല്ലോ. എന്ന പോലെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്നെക്കുറിച്ചാണ്. അതെല്ലാം പറഞ്ഞതനുസരിച്ച് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള
ഒരു പഠനം അവർ നടത്തിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അല്ലാണ്ട് ഈ പന്തക്കുസ്താ ദിവസം പത്രോസ് പറയാണ് സാമുവേൽ മുതൽ എല്ലാ പ്രവാചകന്മാരും ഇവനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഇത്ര ധൈര്യമായിട്ട് വേദപാരംഗതന്മാരായ ഈ യഹൂദ പ്രമാണികളുടെ മുമ്പിൽ എങ്ങനെ ഇയാൾ പ്രസംഗിക്കും? ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിലൊരു ഭയങ്കര സന്തോഷം വരുന്നുണ്ടോ? എന്താ സന്തോഷിക്കേണ്ടത്? നമ്മളെ സംബന്ധിച്ച് ഈ പരിശുദ്ധാത്മാവ് പന്തക്കുസ്താ ദിവസത്തിൽ അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഭൗതികത വിട്ടുകഴിഞ്ഞാൽ, ഭൗതിക ചിന്ത വിട്ടുകഴിഞ്ഞാൽ നമ്മളിൽ ആത്മീയമായ വലിയ ഒരു വെളിപാടുണ്ടാകും. ഈ വെളിപാടെന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണ് കേട്ടോ ഞാൻ പറയണത്. ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുണ്ടാകും. ഇത് പറയാൻ കാരണം ഇപ്പം എന്താ ഉണ്ടായത്? ബൈബിളിലെ ഈ 4 കാലഘട്ടങ്ങൾ, അതിൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണെന്നും, അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ആരെയും വിമർശിച്ചതല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ഇത് ഇന്ന മാതിരി പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ, ഇന്ന പാപങ്ങൾ ചെയ്യുന്നവർക്ക് പൂർവ്വശാപമുണ്ടാവും, അവരുടെ ഇത്ര തലമുറകൾക്ക് ശാപമുണ്ടാവും ബൈബിൾ പറയുന്നു. ഇങ്ങനെ വായിക്കുമ്പോൾ ചിന്തിക്കണം, ഇത് ഏത് കാലഘട്ടത്തിൽ പറഞ്ഞു, ആരോട് പറഞ്ഞു, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലഘട്ടത്തിലാണ്? അത് മോശയുടെ കാലഘട്ടത്തിലാണ്. ശരിയാണ്. പക്ഷേ ഈ മോശയുടെ കാലഘട്ടവും ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിനെയും ഇടയ്ക്ക് വല്ലതും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? യേശു സംഭവം ഉണ്ടായി. യേശു ക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്തു? യേശു ക്രിസ്തു, ഞാനിവിടെ കുരിശാണ് നോക്കിയത്, സാരമില്ല, കുരിശുണ്ടെന്ന് സങ്കല്പിച്ചോളൂ. യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തു കുരിശിൽ ഈ പാപങ്ങളും ആ പാപത്തിൻ്റെ ശിക്ഷയും ആ പാപത്തിൻ്റെ ശാപവും ഏറ്റെടുത്തോ ഇല്ലയോ? ഏറ്റെടുത്തുവോ? ഏറ്റെടുത്തുവോ? ആരും ഇങ്ങോട്ട് നോക്കണില്ല. അവിടെ നോക്കണം, കുഴപ്പമില്ല, നോക്കിക്കോ. അപ്പോ കാലഘട്ടങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ഇനി പെട്ടെന്ന് ആ ഉപമയുടെ അവസാന ഭാഗം പറഞ്ഞോട്ടെ, ബാക്കിയെല്ലാം നമ്മൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ മുടിയനായ പുത്രനെ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതാണ്. ഈ മുടിയനായ പുത്രൻ തിരിച്ചു വന്നത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം സത്യമാണ്, പിതാവ് ഇവനെ നോക്കിയിരിക്കായിരുന്നു. ഇവനെപ്പോ വരും? ഓ മകനെ, നീ തിരിച്ചു വാടാ, നീ തിരിച്ചു വാടാ. അതാണ് ദൈവപിതാവ് പാപിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. നീ തിരിച്ചു വാടാ, നിന്നെ ഞാൻ വീണ്ടും പുത്രനായിട്ട് തന്നെ സ്വീകരിച്ചോളാം, നിന്റെ എല്ലാ സമ്പത്തും നിനക്ക് തരും. അങ്ങനെ തിരിച്ചു വന്നു. വീട്ടിൽ ഭയങ്കര ആഘോഷം. ഇവനെ കണ്ട വഴി തന്നെ പിതാവ് ഓടിച്ചെന്ന്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പടിപ്പരമാളിക എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, വീടിന്റെ മുമ്പിൽ പടിപ്പരമാളിക. ആ പടിപ്പരമാളിയുടെ അപ്പുറത്ത് ചെന്ന് അവനെ സ്വീകരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത്, അതാണ് കുമ്പസാരം. അവൻ വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് കുമ്പസാരിക്കാൻ. അവൻ പറഞ്ഞു, ഞാൻ വലിയ പാപം ചെയ്ത്, ഇന്ന പാപങ്ങളൊക്കെ ചെയ്ത്. ആ ലിസ്റ്റ് പിതാവിനറിയാം. ആ ലിസ്റ്റ്, ഈ ലിസ്റ്റ് എടുത്ത് പറയണേക്ക് മുമ്പേ അവനെ ശ്വാസം മുട്ടിപ്പിക്കുന്ന രീതിയിൽ പിതാവ് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവന്റെ പാപം മുഴുവനും കഴുകിക്കളഞ്ഞു. അവന് വെള്ള വസ്ത്രം കൊടുത്തു, അവന് മുദ്രമോതിരം കൊടുത്ത്, അവന് പുതിയ പാദരക്ഷ കൊടുത്തു. എന്തിനാണ് ഈ പാദരക്ഷ? ഞാൻ ആദ്യം ജർമ്മനി ഓസ്ട്രേലിയ വന്നപ്പോൾ വന്നു, നല്ല ഒരു മഞ്ഞുകാലത്തായിരുന്നു. എന്നെ സ്വീകരിക്കാൻ ഒരു വൈദികൻ, ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്താണ് ചെന്നത്. അച്ഛൻ എന്നെ സ്വീകരിക്കാൻ ഇറങ്ങി വന്നു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുകയല്ല, നല്ല ഐസ് ഇട്ടേക്കണ സ്ഥലമായിരുന്നു. അപ്പം എന്തുണ്ടാവും? നമ്മുടെ ഇന്ത്യൻ ഷൂ ആയിരുന്നു. ഇന്ത്യൻ ഷൂ കൊണ്ട് ഈ ഐസിൽ അങ്ങ് ചാടി നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? മലന്നടിച്ച് വീണു. ശരിക്ക് കംപ്ലീറ്റ് സ്ലിപ്പായി അച്ഛൻ്റെ മുമ്പിലേക്ക് ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങ് പോയി. ഞാൻ താഴെ കിടക്കണം. ഇങ്ങനെ ഒരു ഷൂ ആയിരുന്നു
ഈ മുടിയനായ പുത്രൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നീ നടക്കുന്ന സ്ഥലം വഴുവഴുപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നിനക്കൊരു പുതിയ ഷൂ തരാം. ഞാനത് ഓർക്കുന്നത് ഉടനെ അച്ഛൻ തൻ്റെ വീട്ടിൽ എന്നെ കയറ്റാതെ നീ എൻ്റെ വണ്ടിയിൽ കയറുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ വണ്ടി ഒരു ഷൂ കടയിലേക്ക് കൊണ്ടുവന്ന് കാലിന് നല്ല ഗ്രിപ്പുള്ള വിൻ്റർ ഷൂസ് മേടിച്ചു തന്നു. പ്രൈസ് ദ ലോർഡ്. എന്തിനാണ്? ഇനി നീ വീഴരുത്,